ടാൻസാനിയയിലെ ഗൊറൻഗൊറോ ക്രേറ്ററിലേക്കുള്ള സഞ്ചാരം തുടരുകയാണ് ഞാൻ. ക്രേറ്ററിലേക്ക് അടുക്കുമ്പോൾ മൈതാനക്കാടുകൾ പോലുള്ള സമതല പ്രദേശങ്ങളാണ് കാണുന്നത്. വന്യമൃഗ സങ്കേതമായതിനാൽ ടാർ ചെയ്യാത്ത പാതയാണ്. ദുർഘടപാത. പുൽമേട്ടിൽ മേഞ്ഞു നടക്കുന്ന ധാരാളം വന്യമൃഗങ്ങളെ കാണാം. സീബ്രകളും കാട്ടുപോത്തുകളുമെല്ലാം അതിലുണ്ട്. ക്രേറ്ററിന്റെ വക്കത്തെ വിസ്തൃതമായ വരമ്പ് പോലുള്ള ഭാഗത്തുകൂടിയാണ് പോകുന്നത്. മറുവശത്ത് ഒരു താഴ്വാരം കാണാം. ഒളോയ്റോബി എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണത്. അതിന്റെ അങ്ങേയറ്റത്ത് ഒരു മലനിര, താഴ്വാരത്ത് വിശാലമായ പുൽമേട്. മസായി ഗോത്രക്കാർ പശുക്കളെ മേയിച്ചു നടക്കുന്ന പ്രദേശങ്ങളാണ് അതെല്ലാം. മരങ്ങൾക്കെല്ലാം ചുവപ്പ് നിറമാണ്. വഴിയിൽ നിന്നുയരുന്ന പൊടിമണ്ണ് ചെന്നടിഞ്ഞുണ്ടായ നിറം മാറ്റം. താഴെ കാണുന്നതാണ് ഒളോയ്റോബി ഗ്രാമം. ഒരു ബോമയാണ് ഒളോയ്റോബി. മസായികൾ വസിക്കുന്ന വേലിക്കെട്ടിനകത്തെ ഒരു ഗ്രാമം. നീലയും മഞ്ഞയും പെയിന്റടിച്ച പുതിയ കാലത്തെ വീടുകളും അവിടെ കാണാം. അത് ആഫ്രിക്കൻ ഗോത്രത്തനിമയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. നോക്കത്താ ദൂരം പരന്നുകിടക്കുന്ന ഒരു താഴ്വാരം. വന്യജീവികളുടെ എന്ന പോലെ തന്നെ മസായികളുടെയും വിഹാര കേന്ദ്രമാണത്. അങ്ങേ അതിരിൽ കാണുന്ന മലനിര മൗണ്ട് ലേമാക്കരോട്ട് എന്നറിയപ്പെടുന്നു. പഴയൊരു അഗ്നിപർവ്വതമാണ് ലേമാക്കരോട്ട്. സമുദ്രനിരപ്പിൽ നിന്നും 3000 മീറ്റർ വരെ ഉയരമുള്ള ഒരു പർവ്വതമാണത്. താഴ്വാരത്ത് പലയിടത്തുമുണ്ട് മസായി ഗ്രാമങ്ങൾ. പുൽമേട്ടിൽ മേയുന്ന പശുക്കൾ, പുതപ്പും പുതച്ചു കടന്നുപോകുന്ന മസായികൾ. സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അതെല്ലാം കാണാം. കിലോമീറ്ററുകളോളം അകലെയാണ് ആ ഗ്രാമങ്ങൾ. ഗൊറൻഗൊറോ കൺസർവേഷൻ ഏരിയയിൽ ഇത്തരത്തിലുള്ള നിരവധി മസായി ഗ്രാമങ്ങളുണ്ട്. 20 മുതൽ 100 വരെ അംഗങ്ങളുള്ള സമൂഹങ്ങളായി മസായികൾ അവിടെ വസിച്ചു വരുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള മസായി ബോമകൾ ഞാൻ സന്ദർശിച്ചിരുന്നു. വൃത്താകാരത്തിലുള്ള വേലിക്കെട്ടിനകത്ത് അങ്ങിങ്ങായി നിലകൊള്ളുന്ന പുല്ലുമേഞ്ഞ വട്ടക്കുടിലുകൾ. പുറം ലോകവുമായി വലിയ ബന്ധമൊന്നുമില്ലാതെയാണ് മസായികൾ അവിടങ്ങളിൽ കഴിഞ്ഞുകൂടുന്നത്. ഞങ്ങളെ മറികടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വാഹനങ്ങളെല്ലാം സെറെംഗെറ്റി നാഷണൽ പാർക്കിലേക്കുള്ളവയാണ്. പൊടി പറത്തി വാഹനജാഥ പോലെ അവയങ്ങനെ കടന്നുപോകുന്നു. അത്തരത്തിലുള്ള 2 വാഹനങ്ങൾ പോയിക്കഴിഞ്ഞാൽ പിറകെ പോകുന്നവരുടെ കാര്യം കഷ്ടത്തിലാകും. അസഹ്യമായ പൊടിശല്യം. വണ്ടിയുടെ മേൽക്കൂര തുറന്നു വച്ചിട്ടില്ലെങ്കിലും പൊടി അകത്ത് കയറും. പൊടികൊണ്ട് പുറത്തേക്കുള്ള കാഴ്ചകൾ പോലും മങ്ങിപ്പോകുന്നു. പാതയോരത്തെ പുൽമേട്ടിൽ മാത്രമല്ല, താഴ്വാരത്തെ മരത്തലപ്പുകൾക്ക് മീതെ വരെ ചുവന്ന പൊടി അടിഞ്ഞുകിടക്കുന്നത് കാണാം. വേനൽക്കാലത്ത് അതിവിടുത്തെ പതിവാണ്. എന്നാൽ മഴക്കാലം ഇത്തരം കേന്ദ്രങ്ങളിൽ ചിത്രീകരണത്തിന് ഒട്ടും അനുയോജ്യമായിരിക്കില്ല. അതിനാലാണ് ഞാൻ ടാൻസാനിയയിലെ സഞ്ചാരത്തിന് ഈ സമയം തിരഞ്ഞെടുത്തത്. ടൂറിസം സീസണിലാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. സെറെംഗെറ്റിയിലേക്കുള്ള റോഡിൽ നിന്നും ഞങ്ങളുടെ വാഹനം മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു. ക്രേറ്ററിലേക്ക് ഇറങ്ങാനുള്ള പാതയാണിത്. ഗൊറൻഗൊറോ ക്രേറ്ററിലേക്ക് ഇറങ്ങാൻ ഇങ്ങനെ കുറേ ദൂരം കൂടി പോകണം. വലതുവശത്താണ് ക്രേറ്റർ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. വണ്ടി നിർത്തി ഡ്രൈവർ റെമി ടിക്കറ്റ് അവിടെ കാണിക്കുന്നതിനായി പോയി. 30 ലക്ഷം വർഷം മുൻപ് രൂപപ്പെട്ട അഗ്നിപർവ്വത മുഖം. അതിവിസ്തൃതമായ ഒരു കുഴി. കാലുമേച്ചു നടക്കുന്ന മസായികളെ എവിടെയും കാണാം. ഇത് ക്രേറ്ററിലേക്കുള്ള വൺ വേ ആണ്. ഇതിലൂടെ താഴേക്കിറങ്ങാൻ മാത്രമേ അനുവാദമുള്ളൂ. ക്രേറ്ററിൽ നിന്ന് പുറത്തു കിടക്കുന്നത് മറ്റൊരു വഴിയിലൂടെയാണ്. ഞങ്ങളുടെ വാഹനത്തിന്റെ മേൽക്കൂര ഉയർത്തിവെച്ചു റെമി. എന്റെ സ്ഥാനം ഇനി പിറകിലാണ്. മൺറോഡിലൂടെ ആടി ഉലഞ്ഞാണ് വാഹനത്തിന്റെ പോക്ക്. അങ്ങ് താഴെ കാണുന്ന സമതല ഭാഗത്താണ് ഞങ്ങൾക്ക് എത്തേണ്ടത്. 600 മീറ്റർ താഴ്ചയിലാണ് അത്. ക്രേറ്റർ മുഴുവനായും ഒരു വന്യജീവി സങ്കേതമായി രൂപപ്പെട്ടിരിക്കുകയാണ്. മൺപാതയാണെങ്കിലും ദിവസവും ധാരാളം ടൂറിസ്റ്റ് വാഹനങ്ങൾ പോകുന്നുണ്ടെന്നതിനാൽ ഇടയ്ക്കിടെ മണ്ണുവെട്ടി നിരപ്പാക്കി ഇത് ഒരുക്കി വച്ചിരിക്കും.
ഇതൊക്കെ അടുത്ത കാലത്ത് നിരപ്പാക്കിയ പാതയാണ്. അതിനു മുൻപ് കല്ലിൽ നിന്ന് കല്ലിലേക്ക് ചാടിത്തുള്ളിയാണ് വാഹനങ്ങൾ പോയിരുന്നതെന്ന് റെമി പറയുന്നു. ഉയർത്തിവെച്ച മേൽക്കൂരയ്ക്കിടയിലൂടെ കാഴ്ചകൾ ചിത്രീകരിച്ചുകൊണ്ട് വാഹനത്തിന്റെ പിൻഭാഗത്ത് നിൽക്കുകയാണ് ഞാൻ. ഇടതുവശത്ത് അഗാധമായ കുഴി. ഈ അതിവിസ്തൃതമായ കുഴിയിൽ 3 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ലാവ തിളച്ചിരുന്നു. പിന്നീട് ലാവാപ്രവാഹം നിലയ്ക്കുകയും അഗ്നിപർവ്വത മുഖത്ത് വെള്ളം നിറയുകയും ചെയ്തു. വെള്ളം വറ്റിപ്പോയ ആ ഭാഗത്ത് പുല്ലും ചെറുമരങ്ങളും വളർന്നു. അവിടേക്ക് ജീവിവർഗങ്ങൾ എത്തിച്ചേർന്നു. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജീവിക്കാവുന്ന ഒരു പ്രദേശമായി അവിടം മാറി. ഉപ്പുതടാകവും ശുദ്ധജല ഉറവുകളും ചതുപ്പുകളുമെല്ലാമുണ്ട് അവിടെ. വെള്ളവും തീറ്റയുമുള്ള ഗൊറൻഗൊറോ ക്രേറ്ററിൽ 10,000-കണക്കിന് വന്യമൃഗങ്ങളും പക്ഷികളുമാണ് ഇപ്പോഴുള്ളത്. ഭൂമിക്ക് മേൽ വച്ച വലിയൊരു തളിക പോലെയാണ് ക്രേറ്റർ. ആ തളികയിൽ എല്ലാത്തരം സസ്യജന്തുജാലങ്ങളുമുണ്ട്. പ്രകൃതിയിലെ ഒരു അത്ഭുതമാണ് ഗൊറൻഗൊറോ ക്രേറ്റർ. അതിനുള്ളിലേക്കാണ് ഞാൻ കയറിയ വാഹനം ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിവിശാലമായ ഒരു ഉരുളിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അനുഭവമാണത്. ലോകത്തെ തന്നെ ഏറ്റവും വിസ്തൃതമായ നിർജീവ അഗ്നിപർവ്വത മുഖമാണ് ഗൊറൻഗൊറോ ക്രേറ്റർ. വന്യമൃഗലോകത്തെ ബിഗ് 5 എന്നറിയപ്പെടുന്ന 5 മൃഗങ്ങളെയും ഒരുമിച്ച് കാണാവുന്ന ഇടം എന്ന പ്രത്യേകതയും ക്രേറ്ററിനുണ്ട്. ഇവിടെ ഇതാ വഴിയരികിൽ ഒരു കാട്ടുപന്നി, വൈൽഡ് ബോർ. കഠാരകൾ പോലുള്ള തേറ്റകളുമായി അവൻ അങ്ങനെ നിൽക്കുന്നു. ആക്രമണകാരിയാണ് കാട്ടുപന്നി. പശുക്കളെ മേച്ചു നടക്കുന്ന മസായികൾ കാട്ടുപന്നിയുടെ സാന്നിധ്യമറിഞ്ഞാൽ വഴിമാറിപ്പോകുന്നതാണ് പതിവ്. മുന്നിലെ തേറ്റകളാണ് കാട്ടുപന്നിയുടെ പ്രധാന ആയുധം. ശിലായുഗ കാലത്തു തന്നെ മനുഷ്യൻ കാട്ടുപന്നിയുടെ ആക്രമണം നേരിട്ടിരുന്നതായി ചില ഗുഹാചിത്രങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. കാട്ടുപന്നികളെ കടന്ന് ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇപ്പോൾ വാഹനം ക്രേറ്ററിനുള്ളിലെത്തിയിരിക്കുന്നു. ഇവിടെ ആടുകളെ മേയിച്ചുകൊണ്ട് മസായികൾ അങ്ങിങ്ങിരിപ്പുണ്ട്. നേരത്തെ കണ്ട ഒളോയ്റോബി പോലുള്ള ഗ്രാമങ്ങളിൽ നിന്നും മസായികൾ പശുക്കളെയും ആടുകളെയും മേയ്ക്കാൻ ഈ ക്രേറ്ററിനകത്തേക്ക് ഇറങ്ങുന്നു. മസായികൾക്ക് മാത്രമേ ഇവിടെ കാലി മേയ്ക്കാനുള്ള അവകാശമുള്ളൂ. ക്രേറ്ററിലെ മൃഗങ്ങളെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇത് വിൽഡ് ബീസ്റ്റുകളാണ്. കുതിരമാൻ. ഈ ജീവിയുടെ പേര് വൈൽഡ് ബീസ്റ്റ് എന്ന് ചിലർ തെറ്റായി പറയാറുണ്ട്. വിൽഡ് ബീസ്റ്റ് എന്നാണ് ശരിയായ പേര്. കുതിരയുടെയും കഴുതയുടെയും പോത്തിന്റെയും പശുവിന്റെയും എല്ലാം രൂപഭാവങ്ങൾ ഇവയ്ക്കുണ്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ തോന്നും. ഒരു കാട്ടുചെന്നായി ഇടയ്ക്കുകൂടി ഓടുന്നു. ഇങ്ങനെ ചെറുതും വലുതുമായ നിരവധിയായ മൃഗങ്ങളെയാണ് ഗൊറൻഗൊറോ ക്രേറ്ററിൽ കാണാനാവുക. സീബ്രകൾ, മാനുകൾ, കുതിരമാനുകൾ, കാട്ടുപോത്തുകൾ എന്നിങ്ങനെ ജീവി വൈവിധ്യത്തിന്റെ ഒരു അപൂർവ മേഖലയാണ് ഈ ക്രേറ്റർ. ഗൊറൻഗൊറോ ക്രേറ്ററിൽ ആളുകൾ വാഹനത്തിൽ നിന്നിറങ്ങരുതെന്നാണ് നിയമം. വണ്ടി കേടായതുകൊണ്ടാണ് ഒരാൾ പുറത്തിറങ്ങി നിൽക്കുന്നത് കണ്ടത്. അങ്ങകലെ കാണുന്നത് മലനിരകളല്ല, ക്രേറ്ററിന്റെ വക്കാണത്. അങ്ങനെ 600 മീറ്റർ ഉയരമുള്ള ഒരു വരമ്പ് ക്രേറ്ററിന് ചുറ്റോടു ചുറ്റുമുണ്ട്. അകലെ ധവളിമയാർന്ന് കാണുന്നത് ഇവിടുത്തെ തടാകമാണ്, ലേക്ക് മഗാഡി. ഒരു ഉപ്പ് തടാകമാണത്. വൈൽഡ് ബോറിന്റെ സാന്നിധ്യം എവിടെയുമുണ്ട്. മൂർച്ചയുള്ള തേറ്റകളുമായി അവൻ അങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെ വിശേഷരൂപമുള്ള ധാരാളം പക്ഷികളുമുണ്ട് ക്രേറ്ററിൽ. ഈസ്റ്റ് ആഫ്രിക്കൻ ക്രൗണ്ട് ക്രെയിനാണിത്. നല്ല സൗന്ദര്യമുള്ള പക്ഷി. ഉഗാണ്ടയുടെ ദേശീയ പക്ഷി ഇതാണ്. കൊറ്റിവർഗത്തിലുള്ള ഗ്രേ ക്രൗണ്ട് ക്രെയിനിലെ 2 ഉപവിഭാഗങ്ങളിലൊന്നാണ് ഈസ്റ്റ് ആഫ്രിക്കൻ ക്രൗണ്ട് ക്രെയിൻ. കാട്ടുപന്നിയും ക്രൗണ്ട് ക്രെയിനുമെല്ലാം ഇവിടെ ഒരുമിച്ചു ജീവിക്കുന്നു. വൈൽഡ് ബോറിന് എഴുന്നു നിൽക്കുന്ന തേറ്റകൾക്ക് പുറമെ കീഴ്ത്താടിയിൽ നിന്ന് 2 ചെറിയ ദംഷ്ട്രകൾ കൂടിയുണ്ട്. ആക്രമണ സമയത്ത് അവന്റെ പ്രധാന ആയുധം തേറ്റകൾ തന്നെയാണ്. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ
995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. യാത്ര തുടർന്നു. വെള്ളനിറത്തിൽ നേർരേഖ പോലെ കാണുന്നത് ഉപ്പു തടാകത്തിന്റെ പരപ്പാണ്. ആഫ്രിക്കയുടെ 7 പ്രകൃത്യാത്ഭുതങ്ങളിലൊന്നാണ് ഗൊറൊങ്കൊറോ ക്രേറ്റർ. ഒരു കാലത്ത് ലാവ തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്ന അഗ്നിപർവ്വത മുഖത്തുകൂടിയാണ് ഞങ്ങളുടെ യാത്രയെന്നോർക്കണം. 3 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആറിത്തണുത്തുപോയ അഗ്നിപർവ്വത മുഖം ഇന്ന് ടൂറിസത്തിന്റെ വലിയൊരു കേന്ദ്രമായി മാറിയിരിക്കുന്നു. ക്രേറ്ററിൽ ഇടയ്ക്കിടെ ഇങ്ങനെ ചതുപ്പുകളും ചെറിയ തടാകങ്ങളും കാണാം. ഇവിടെ ചെറു തടാകക്കരയിലും ധാരാളം ഈസ്റ്റ് ആഫ്രിക്കൻ ക്രൗണ്ട് ക്രെയിനുകളുണ്ട്. വെള്ളത്തിലെ ചെറുജീവികളെ ആഹാരമാക്കിയും വെള്ളം കുടിച്ചും നിൽക്കുകയാണവർ. പല നിറങ്ങളുള്ള തൂവലുകളും തലയിലൊരു പൂവുമായി നല്ല ചേലുള്ള പക്ഷികൾ. 1 മീറ്ററിലേറെ ഉയരം വയ്ക്കുന്നവയാണ് ക്രൗണ്ട് ക്രെയിൻ. 4 കിലോ വരെ തൂക്കവുമുണ്ടാവും ഇവയ്ക്ക്. ഭൂമുഖത്ത് ആകെ ഇപ്പോൾ 18,000 ഈസ്റ്റ് ആഫ്രിക്കൻ ക്രൗണ്ട് ക്രെയിനുകളേയുള്ളൂ. ഇത് ഇംബാലയാണ്. ആഫ്രിക്കയിൽ മാത്രം കണ്ടുവരുന്ന സവിശേഷ രൂപഭാവങ്ങളും സ്വഭാവവിശേഷങ്ങളുമുള്ള മാൻ. ഇവരിൽ ആണുങ്ങൾക്ക് മാത്രമേ വലിയ കൊമ്പുകൾ ഉണ്ടാവുകയുള്ളൂ. അവന്റെ ശരീരത്തിലെ വർണ്ണഭേദം തന്നെ രസകരമാണ്. മുകളിൽ തവിട്ട് നിറം, താഴെ വെളുപ്പ്. ഈ 2 നിറങ്ങളെയും വേർതിരിച്ചുകൊണ്ട് നടുവിലൂടെ ഒരു കറുപ്പ് വര. ഇത്തരത്തിലുള്ള ഒരു ജലാശയം ഇവിടെയുണ്ടെങ്കിൽ അതിനു ചുറ്റുമായി നിരവധിയായ മൃഗങ്ങളും ഉണ്ടാവും. വലുതും ചെറുതുമായ വന്യമൃഗങ്ങളും പക്ഷികളും ജലത്തിൽ വസിക്കുന്ന ജീവികളുമെല്ലാം അതിൽ ഉൾപ്പെടുന്നു. കൊടും വേനലിലും വറ്റാത്ത ഇത്തരത്തിലുള്ള നിരവധി ജലാശയങ്ങളുണ്ട് ഗൊറൊങ്കൊറോ ക്രേറ്ററിൽ. വർഷത്തിൽ 800 മുതൽ 1200 വരെ മില്ലിമീറ്റർ മഴയാണ് ഗൊറൊങ്കൊറോ ക്രേറ്ററിൽ ലഭിക്കുന്നത്. ജലാശയത്തിനപ്പുറം ഏന്തി വലിഞ്ഞു നടക്കുന്ന ഒരു ചെങ്ങാതിയെ കാണാം. ഹൈനയാണത്, കഴുതപ്പുലി. ഇവൻ ഇരകളെ ആക്രമിച്ച് കൊന്നു തിന്നുന്നത് കുറവാണ്. പുലിയോ സിംഹമോ വേട്ടയാടിപ്പിടിക്കുന്ന മൃഗങ്ങളുടെ മാംസമാണ് പ്രധാന ഭക്ഷണം. മഴക്കാലത്ത് വലിയ വിസ്തൃതിയാർജിക്കുന്ന തടാകമാണ് ഇത്. വേനലായതിനാൽ ഇതിങ്ങനെ ശോഷിച്ചിരിക്കുന്നേയുള്ളൂ. എങ്കിലും വർഷം മുഴുവൻ ഇതിൽ വെള്ളമുണ്ടാവും. ഉപ്പുരസമുള്ള ജലമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ കരയിൽ സസ്യങ്ങൾ തഴച്ചു വളരാത്തത്. ഇവിടെ ഒരു ഇംബാല കുടുംബമാണ് കാഴ്ച. വലിയൊരു ഇംബാല സംഘത്തിലെ അംഗങ്ങൾ തന്നെയായിരിക്കാം. അമ്മയും ജനിച്ചിട്ട് അധികം നാളുകളായിട്ടില്ലാത്ത കുഞ്ഞുമാണിത്. പ്രസവ സമയമാകുമ്പോൾ ഗർഭിണിയായ ഇംബാല 100 കണക്കിന് അംഗങ്ങളുള്ള തന്റെ സംഘത്തിൽ നിന്നും ദൂരെ ഒരിടത്തേക്ക് മാറുകയാണ് പതിവ്. ഈ സമയം ആൺ ഇംബാലയും സമീപത്ത് തന്നെയുണ്ടാവും. 6 മുതൽ 7 മാസം വരെയാണ് ഇംബാലയുടെ ഗർഭകാലം. കുഞ്ഞ് ഓടിച്ചാടി നടക്കാൻ പ്രാപ്തി നേടുന്നതോടെ അമ്മയും കുഞ്ഞും വീണ്ടും സംഘത്തിൽ ചെന്നുചേരും. ഈ കുഞ്ഞ് ആണാണെന്നിരിക്കട്ടെ. 4 മുതൽ 6 വരെ മാസം പ്രായമാകുമ്പോഴേക്കും ഇവനെ അച്ഛൻ ഇംബാല സംഘത്തിൽ നിന്നും പുറത്താക്കും. താൻ ആധിപത്യം പുലർത്തുന്ന പെണ്ണുങ്ങളുടെ സംഘത്തിൽ മറ്റൊരു ആൺ ഇംബാല വളർന്നു വരാൻ കുടുംബനാഥൻ അനുവദിക്കുകയില്ല. മൃഗങ്ങളിലെ ലോങ് ജമ്പുകാരാണ് ഇംബാലകൾ. 10 മീറ്റർ വരെ നീളത്തിൽ ചാടാൻ ഇവർക്ക് കഴിയും. ഇംബാല കുടുംബത്തിനടുത്തുനിന്നും ഞങ്ങൾ യാത്ര തുടർന്നു. പല നിറങ്ങളാണ് ക്രേറ്ററിന്റെ ഉൾഭാഗത്തിന്. ചിലയിടങ്ങൾ ഉണങ്ങി വരണ്ട് പുല്ല് കരിഞ്ഞു കിടക്കുന്നു. ചില ഭാഗത്താകട്ടെ പച്ചപ്പ് കാണുന്നുണ്ട്. മരുഭൂസമാനമായ നിലവും പുല്ല് തഴച്ചു വളരുന്ന ഇടവുമെല്ലാം ഇവിടെ കാണാനാവുന്നു. ജലാശയങ്ങളോട് ചേർന്ന നനവുള്ള ഭാഗത്താണ് ഇങ്ങനെ പുല്ല് വളരുന്നത്. കാട്ടുപോത്തും വിൽഡ് ബീസ്റ്റുമെല്ലാം പുൽമേട്ടിൽ മേയുന്നു. അവയെ ഭക്ഷണമാക്കി ജീവിക്കുന്ന മൃഗങ്ങളും ഈ പരിസരത്തുണ്ടാവും. അങ്ങകലെ മഗാഡി തടാകത്തിന്റെ ധവളിമ. ആയിരക്കണക്കിന് മൃഗങ്ങളുടെ ആവാസ മേഖലയാണ് ഗൊറൊങ്കൊറോ ക്രേറ്റർ. സീബ്രയും വിൽഡ് ബീസ്റ്റും ഇംബാലയുമെല്ലാം ഒരുമിച്ച് മേയുന്നത് ഒരു അസുലഭ കാഴ്ച. തടാകത്തിൽ താമരമുട്ടുകൾ പോലെ കാണുന്നതെല്ലാം ഫ്ലെമിംഗോകളാണ്. ആയിരക്കണക്കിന് ഫ്ലെമിംഗോകൾ സ്ഥിരമായി വസിക്കുന്നുണ്ട് മഗാഡി തടാകത്തിൽ. ലെസർ ഫ്ലെമിംഗോ ഇനമാണത്.
ഗവേഷകർക്ക് എന്നും അത്ഭുതമാണ് ഗൊറൊങ്കൊറോ ക്രേറ്ററിലെ മൃഗലോകം. 3 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് അഗ്നിപർവ്വതം തണുത്തുറയുകയും പിന്നീടിവിടെ സസ്യങ്ങൾ തഴച്ചു വളരാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാകാം മൃഗങ്ങൾ ക്രേറ്ററിലേക്ക് എത്തിയതെന്നാണ് നിഗമനം. ഏതു സമയത്തും 25,000-ഓളം മൃഗങ്ങളെങ്കിലും ഈ ക്രേറ്ററിൽ ഉണ്ടാവുമെന്നാണ് കണക്ക്. കറുത്ത കണ്ടാമൃഗം, ആഫ്രിക്കൻ ബഫല്ലോ, ഹിപ്പോപ്പൊട്ടാമസ്, ബ്ലൂ വിൽഡ് ബീസ്റ്റ്, സീബ്രകളിലെ വലിപ്പം കുറഞ്ഞ ഇനമായ ഗ്രാൻസ് സീബ്ര, മാൻ ഇനത്തിൽപ്പെട്ട കോമൺ എലാൻഡ്, ഇംബാല, തോംസൺസ് ഗസല്ലെ എന്നിങ്ങനെ പോകുന്നു ഈ ക്രേറ്ററിലെ മൃഗവൈവിധ്യം. ടാൻസാനിയൻ ചീറ്റ, ആഫ്രിക്കൻ ലെപ്പേർഡ്, മസായി സിംഹം, ഈസ്റ്റ് ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്, ഹൈന തുടങ്ങിയ മാംസഭോജികൾ വേറെ. ജിറാഫും ആഫ്രിക്കൻ ആനയും ചില സീസണുകളിൽ മാത്രമേ ക്രേറ്ററിലേക്ക് ഇറങ്ങാറുള്ളൂ. ടാൻസാനിയ യൂറോപ്യരുടെ കോളനിയായിരുന്ന കാലത്ത് അവരുടെ പ്രധാനപ്പെട്ടൊരു നായാട്ടു കേന്ദ്രമായിരുന്നു ഗൊറൊങ്കൊറോ ക്രേറ്റർ. യൂറോപ്യർ പോയപ്പോൾ നാട്ടുകാരുടെ ഊഴമായി. കൊമ്പിനു വേണ്ടി കണ്ടാമൃഗത്തെയാണ് അവർ ഏറ്റവും അധികം കൊന്നൊടുക്കിയത്. 1995-ൽ ക്രേറ്ററിലെ ബ്ലാക്ക് റിനോസറസുകളുടെ എണ്ണം 10 മുതൽ 14 വരെയായി ചുരുങ്ങിയിരുന്നു എന്നതും ചരിത്രം. യാത്രക്കിടയിൽ ചില ഭാഗത്തെത്തുമ്പോൾ റമി വാഹനമൊന്നു നിർത്തും. എവിടെ നോക്കിയാലുമുണ്ട് വന്യമൃഗങ്ങൾ. വിൽഡ് ബീസ്റ്റുകൾക്കിടയിൽ സീബ്രകളും മേയുന്നു. തലയും കീഴ്പോട്ടിട്ട് നിഴൽ രൂപങ്ങൾ പോലെ വിൽഡ് ബീസ്റ്റുകൾ നടന്നു നീങ്ങുകയാണ്. എന്തോ ചിന്താഭാരത്തോടെയോ കുറ്റബോധത്തോടെയോ ആണ് ആ പോക്കെന്നു തോന്നും. ആഫ്രിക്കൻ കാടുകളിൽ ഏറ്റവും അധികമുള്ളത് വിൽഡ് ബീസ്റ്റുകളാണ്. ഈ ക്രേറ്ററിൽ തന്നെ 7,000 മുതൽ 10,000 വരെ വിൽഡ് ബീസ്റ്റുകൾ ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. 1980-കളിൽ 15,000 വിൽഡ് ബീസ്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മഹാദേശാടനം എന്നറിയപ്പെടുന്ന ഗ്രേറ്റ് മൈഗ്രേഷന്റെ സമയത്ത് 17 ലക്ഷം വിൽഡ് ബീസ്റ്റുകളാണ് ഗൊറൊങ്കൊറോ കൺസർവേഷൻ ഏരിയയിലൂടെ കടന്നുപോകുന്നത്. അതിൽ കുറെയെണ്ണം ഈ ക്രേറ്ററിലും എത്തുന്നു. വിൽഡ് ബീസ്റ്റിനൊപ്പം വലിയൊരു ആവാസ വ്യവസ്ഥ തന്നെ മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് പതിവ്. ലക്ഷക്കണക്കിന് സീബ്രകളും കാട്ടുപോത്തുകളുമെല്ലാം സംഘത്തോടൊപ്പം ചേരും. സിംഹം, ചീറ്റ തുടങ്ങിയ വേട്ടക്കാർ ഭൂമിയിലും കഴുകൻ ആകാശത്തും ഇവരെ പിന്തുടരുന്നുണ്ടാവും. നദികളിലെ മുതലകൾക്കും ഗ്രേറ്റ് മൈഗ്രേഷന്റെ സമയമറിയാം. നദി കടക്കുന്നതിനിടെ കുറേയേറെ വിൽഡ് ബീസ്റ്റുകൾ മുതലകൾക്കും ആഹാരമാകുന്നു. ഇതാ മറ്റൊരു ജാഥ വരുന്നു. കാട്ടുപോത്തുകളുടെ ജാഥ. കേപ്പ് ബഫല്ലോ എന്നുകൂടി പേരുള്ള ആഫ്രിക്കൻ ബഫല്ലോയാണിത്. കാട്ടുപോത്തുകളിലെ ഏറ്റവും വലിയ ഇനങ്ങളിലൊന്ന്. ഇവയുടെ കൊമ്പാണ് ശ്രദ്ധേയം. തലയിലൊരു തൊപ്പി വെച്ച് 2 ഭാഗവും വളച്ചു വെച്ചതാണതെന്ന് തോന്നും. ടാൻസാനിയയിലായാലും കെനിയയിലായാലും ഏറ്റവും അപകടകാരികളാണ് കാട്ടുപോത്ത്. ആഫ്രിക്കയിൽ വർഷം തോറും 200-ലധികം ആളുകൾ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരിക്കുന്നു എന്നാണ് കണക്ക്. ഗൊറൊങ്കൊറോ ക്രേറ്ററിൽ ഒരു കാലത്ത് ഏറ്റവും അധികം വേട്ടയാടപ്പെട്ട മൃഗവും കാട്ടുപോത്താണ്. വീണ്ടും യാത്ര തുടരുമ്പോൾ അങ്ങകലെ കുറെ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. കുറെ സഫാരി വാഹനങ്ങൾ ഒരിടത്ത് ഒരുമിച്ച് നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ വിശേഷപ്പെട്ട കാഴ്ചയുണ്ടെന്ന് മനസ്സിലാക്കണം. ഒരേ രൂപഭാവങ്ങളാണ് ഇവിടുത്തെ സഫാരി വാഹനങ്ങൾക്കെല്ലാം. ലാൻഡ് ക്രൂസർ വാഹനത്തെ വന്യമൃഗ സങ്കേതത്തിലെ ടൂറിസത്തിന് ചേരുന്ന വിധം ഒന്നൊരുക്കിയെടുത്തിരിക്കുകയാണ്. ഈ വാഹനങ്ങൾ ഇങ്ങനെ കാണുന്നത് തന്നെ ഒരു കൗതുകമാണ്. അവയിൽ സഞ്ചരിക്കുന്നതാകട്ടെ സവിശേഷമായൊരു ടൂറിസം ആക്ടിവിറ്റിയും. നമ്മുടെ കായലുകളിലെ കെട്ടുവള്ളം എന്ന് പറയുന്നത് പോലെ ഇവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു ചിഹ്നം ഇതാണ്. ടാൻസാനിയയിലെ ഈ സഫാരി വാഹനങ്ങൾ ലോകമെങ്ങുമുള്ള സഞ്ചാരപ്രിയർക്കിടയിൽ പ്രശസ്തമാണു താനും. ഇതാണ് ഇവിടുത്തെ കാഴ്ച. നിരനിരയായി വാഹനങ്ങൾ നിർത്തിയിട്ട് ആളുകൾ കാണുന്നതും ഫോട്ടോ എടുക്കുന്നതും ഇവരെയാണ്. ഗൊറൊങ്കൊറോ ക്രേറ്ററിലെ ഹിപ്പോ പൂളാണിത്. ഹിപ്പോകൾ വസിക്കുന്ന ശുദ്ധജലക്കുളം. ഹിപ്പോകൾക്ക് പുറമെ മറ്റു പല ജീവികളും ഇതിലുണ്ട്. യെല്ലോ ബിൽഡ് സ്റ്റോർക്കുകൾ ജലത്തിൽ തീറ്റ തേടുന്നു. കുറെ ഹിപ്പോപ്പൊട്ടാമസുകൾ വെള്ളത്തിൽ മുങ്ങിക്കിടപ്പുണ്ട്. ചിലർ ഇടയ്ക്ക് തലപൊക്കും. ശുദ്ധമടിയന്മാരായ തടിമാടന്മാർ. അവരുടെ ചുറ്റും യെല്ലോ ബിൽഡ് സ്റ്റോർക്കുകൾ പരതി നടക്കുന്നു.
ഒട്ടൊരു കൗതുകമുണർത്തുന്ന കാഴ്ചയാണിത്. ചെളിയിൽ നിന്ന് തലപൊക്കി വലിയ വാ പൊളിച്ച് കോട്ടുവായിടുന്നു ചിലർ. മൃഗശാലകളിൽ നാം ഹിപ്പോകളെ കാണാറുണ്ട്. പക്ഷേ ഇത് ഇവരുടെ തനത് ആവാസ മേഖലയാണ്. കറുത്തു കലങ്ങിക്കിടക്കുകയാണ് ഹിപ്പോ പൂളിലെ വെള്ളം. കുളക്കരയിൽ സീബ്രകൾ മേയുന്നു. അതിനുമപ്പുറം കുതിരമാനും കാട്ടുപോത്തുമെല്ലാമുണ്ട്. ഗൊറൻഗൊറോ ക്രേറ്ററിലെ കാഴ്ചകൾ കൂടുതൽ ആവേശകരമാവുകയാണ്.